മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. കാറ്റാടി മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. താളം മേളങ്ങൾ കാടും വിടുമ്പോൾ സ്നേഹക്കൂട്ടായി പകരിരവുകൾ മായുമ്പോൾ ആടും ചിമ്മണ്ണി ആകാശത്തെ കുത്തുമ്പിൽ കാണാക്കുന്നേലൊരു കഥ ചൊല്ലും പാട്ടായി പാടാ. മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. മഞ്ചാട്ടി മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. പാരിൽ നാമെല്ലാം ഒന്നാകുന്നൊരു നേരത്ത് തേടി ചെന്നേ നാം ആരും പോകാതെടുത്ത് ചേരാം ഒന്നായൊരു പൊടി പോലും തീർക്കുന്നേ. കതിരാടും പാടം നീളെ കഥ ചൊല്ലും നടത്തത്തെ അറിയാമോ കുന്നും മേലെ ഉടയോ നാമാശാനവനെ. മലനാടിൻ തുഞ്ചത്താണേ മുളനാമ്പിൻ തുമ്പത്താണേ കുയിലാളെ നീയും പാടി ഉണരുന്നേ നീ നാട്. വ്യാജാധാരം വെച്ച് ബാങ്കിനെ പറ്റിച്ച് ലോൺ. ആ വാ വാ കേറി വാ. ഇതാരൊക്കെയാ ഇത്? പപ്പീസും കപിലും അല്ലേ? വന്നിരിക്ക. ഏയ് ഇങ്ങനൊന്നും പറ്റില്ല ആശാനെ, ഇരിക്കാനും നേരില്ല. അതെ ഇങ്ങനെയൊക്കെ പോയാലേ ആരെയൊന്നും ശരിയാവില്ല. ഞാനാകെ ടെൻഷനായിട്ടിരിക്കുക. പപ്പീസേ നീ ഒന്ന് അടങ്ങ്. ശാന്തമായിട്ട് നീ എന്താ കാര്യമെന്ന് പറ. അത് പിന്നെ ആശാനെ, കുറച്ചു നാൾ മുമ്പ് നമ്മുടെ പപ്പീസിനെ ഒരു അബദ്ധം പറ്റി. അതാ കാര്യം. കപിലേ നീ ഇനി അധികം ഒന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. നീ പറഞ്ഞു. പപ്പീസ് തന്നെ കാര്യങ്ങളൊക്കെ പറ. എന്താ ഉണ്ടായത്? അത് പിന്നെ ആശാനെ, എനിക്ക് കുറച്ചു നാൾ മുമ്പ് ഒരു കത്ത് വന്നിരുന്നു. ഓ കത്തോ? എന്നിട്ട്? മുത്തപ്പൻ മലയില് എന്റെ പൂർവികരുടെ കുറച്ച് സ്വത്ത് കിടപ്പുണ്ടായിരുന്നു. ഓ ഉവ്വ, അതെനിക്കറിയാവുന്ന കാര്യമാണല്ലോ. ആ സ്വത്തിന്റെ കാര്യത്തില് ഒരു തീരുമാനമാക്കാൻ മുത്തപ്പൻ മലയിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കത്ത്. ഓ അത് ശരി. എന്നിട്ട്? മുത്തപ്പൻ മലയല്ലേ, പരിചയമില്ലാത്ത സ്ഥലല്ലേ എന്നോർത്ത് കൂട്ടിനു വേണ്ടി നമ്മുടെ ഗംഭീറിനെ കൂടെ ഞാൻ എന്റെ കൂടെ കൂട്ടി. പപ്പീസേ നീ ഇതുവരെ പറഞ്ഞ കഥയില് യാതൊരു കുഴപ്പമില്ലല്ലോ. പിന്നെ നീ ഇപ്പൊ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ആശാനെ, ഇനിയാണ് ശരിക്കുള്ള കുഴപ്പം തുടങ്ങാൻ പോകുന്നത്. എന്നാ പപ്പീസ് ബാക്കി കൂടി പറ. ആശാനെ,
കാര്യം ഗംഭീറിന് ഭൂമി ഭാഗം വെക്കുന്നതിലൊക്കെ നല്ല അറിവുണ്ട്, ശരിയാ. അതുകൊണ്ട് നിയമവശമൊക്കെ തലനാരിഴ കീറി ഗംഭീർ അവതരിപ്പിച്ചു. ആ, എല്ലാവരും ഗംഭീറിന്റെ വാദങ്ങൾ അംഗീകരിച്ചു. ഉം. ഭാഗം വെപ്പും തലവിൽപ്പനയും എല്ലാം തകൃതിയായിട്ട് നടന്നു. ഓഹോ, എന്നിട്ടെന്താ ഉണ്ടായത്? ആശാനെ, അവസാനം ഗംഭീർ കാര്യങ്ങളെല്ലാം ശരിയാക്കി ഓ, സ്ഥലം മൊത്തത്തിലൊരു പാർട്ടിക്ക് വിറ്റു. വിറ്റവരിൽ നിന്നും വാങ്ങിയവരിൽ നിന്നും ഗംഭീർ കമ്മീഷനും വാങ്ങി. ഉം. എന്നിട്ട് എന്റെ ഭാഗം വിറ്റ് കിട്ടിയതിൽ മുക്കാലും ഓരോരോ നിയമം പറഞ്ഞ് ഗംഭീർ കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞ ഒരു സഹായത്തിന് വന്ന ഗംഭീർ പപ്പീസിനെയും പറ്റിച്ച് പപ്പീസിന് കിട്ടേണ്ടിയിരുന്ന പണത്തിന്റെ മുക്കാ പങ്കും അടിച്ചോണ്ട് പോയി. അതല്ലേ ശരി? ഇതാണ് പോയിന്റ്. ആശാനെ, ഞാൻ അവനെ ശരിയാക്കി കൊടുക്കും. ഈ പപ്പീസ് ആരാണെന്നേ ഇന്ന് ഗംഭീർ അറിയും. ആ, പപ്പീസേ, ഒരു മധ്യസ്ഥത്തിന് വേണ്ടിയല്ലേ നീ എന്റെ അടുത്ത് വന്നിരിക്കുന്നത്, ഉം. ശരിയല്ലേ? അതെ. എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്ക്. ആ, ഞാൻ ഈ കാര്യത്തെ പറ്റി ഒന്ന് പഠിക്കട്ടെ. ആ. അതിനുശേഷം നമുക്കൊരു തീരുമാനത്തിലെത്താം. അതന്നെ. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പോയി ഗംഭീറിനെ കാണാം. ഉം, ശരി. അവനോടും കൂടി ഞാൻ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കട്ടെ. ഉം. അതല്ലേ അതിന്റെ ശരി? അതെ അതെ അതെ. അത് മതി ആശാനെ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ. ശരി ആശാനെ. ശരി ആശാനെ. പോയ പൈസ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. പപ്പീസേ, ഒക്കെ ശരിയാവും. ആശ ശരിയാക്കി തരും. എന്റെ ഗംഭീരേ, ആ. നിന്റെ ഒരു പകുതി ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കാറ്റാടിമാരെ തന്നെ മൊത്തം വിലക്ക് വാങ്ങിയേനെ. മോട്ടോ, ഉം? ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല. ആ. അത് കറക്റ്റ് ടൈമില് കൃത്യമായിട്ട് പ്രയോഗിക്കാൻ അറിയണം. ആ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ, എന്റെ മോട്ടോ, ആ പപ്പീസിന്റെ കുടുംബസ്വത്ത് വായിക്കാൻ അവൻ പോകുന്ന വിവരം ഞാൻ വളരെ രഹസ്യമായിട്ട് അറിഞ്ഞു. ഉം. കോട്ട് വേണമെന്ന് ചോദിച്ച് ഞാനൊരു വടി അങ്ങോട്ട് എറിഞ്ഞു. ഉം. അതില് അവൻ വീണു. ശോ. പിന്നീട് അവന്റെ കുടുംബസ്വത്തും വായിച്ച് അത് മറ്റൊരു ടീമിന് മറച്ചു വിറ്റിട്ടാ ഞാൻ പോന്നത്. ചുരുങ്ങിയത് ഒരു 20 ലക്ഷം ഗംഭീറിന്റെ കയ്യിൽ ഇരുന്നെന്നാ ആ നാട്ടുകാരൊക്കെ പറയുന്നേ. മോട്ടോ, 20 അന്നെനിക്ക് 50 മുകളിൽ കിട്ടി. അമ്പടാ, കപിലരും മണ്ടനായതുകൊണ്ട് ഞാൻ പറഞ്ഞിടത്തൊക്കെ അവൻ ഒപ്പിട്ട് തന്ന്. കൊള്ള. ആ, എന്നാലും അറിവുണ്ടെന്ന് വെച്ച് പാവങ്ങളെ പറ്റിക്കാൻ പാടുന്നു. ചോദിച്ചിട്ട് എന്നെ കാര്യം. ഏ, അല്ല ഗംഭീരേ, നിന്നെ തേടി ആശാൻ വരുന്നുണ്ടല്ലോ. ഏ, എന്തിനാണാവോ? എന്തോ ഉണ്ട്. ആശാനെ, അച്ഛനെ നമസ്കാരം. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? അച്ഛനെ വന്നിരിക്കുക. അച്ഛനെ ആ, 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 മഴയൊക്കെയല്ലേ, ആ, ഇവിടെ വന്നിരിക്കും. ഓ. ആ. ഉം. ആശാനിരിക്കെ. ഗംഭീരേ, എന്താ അച്ഛനെ? ഭൂമി വിറ്റതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പരിഹരിക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. അതെല്ലാം തീർന്നല്ല അച്ഛനെ. ഗംഭീരേ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 40 ലക്ഷം കിട്ടേണ്ട ഭൂമിയാ തുച്ഛമായ 6 ലക്ഷത്തിന് നീ കച്ചവടം നടത്തിയത്. അച്ഛനെ, ഒരു കച്ചവടമാകുമ്പോ അതിൽ ലാഭം നഷ്ടം എന്നൊക്കെ ഉണ്ടാവും. ഒരു 1-2 വർഷം കൂടിയും ആ സ്ഥലം ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ആശാൻ പറഞ്ഞ പണം അവന് കിട്ടായിരുന്നു. പക്ഷെ അവനത് പെട്ടെന്ന് വിറ്റ് കളഞ്ഞു. ആ ഗംഭീരേ, ആ. വസ്തു ഭാഗിക്കാൻ നേരം നിന്നവൻ ഒപ്പം കൂട്ടിയത് ആ. ഈ വിൽപ്പനയുടെ നിയമവശമെല്ലാം നിനക്കറിയുമെന്നതുകൊണ്ടാ, ശരിയല്ലേ? ആ നീ തന്നെ അവനോട് ഈ ചതി ചെയ്യരുതായിരുന്നു. നിന്റെ കൂട്ടുകാരനല്ലേ അവൻ. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല ആശാനെ. ഗംഭീരേ, ഈ കാറ്റാടിമലയിൽ നിന്ന് നിയമം പഠിച്ച ഒരേ ഒരു വ്യക്തി നീ മാത്രമാണ്. അതെ. നിന്നെ പോലെ നിയമം പഠിക്കണമെന്ന ആഗ്രഹം നമ്മുടെ പീലിക്കുമുണ്ടായിരുന്നു. ആ, അവൾക്കതിന് കഴിഞ്ഞില്ല. അതിനിപ്പോ ഞാൻ എന്ത് വേണം? ഗംഭീരേ, ആ, നിനക്ക് നന്നായിട്ട് പഠിക്കാൻ നല്ല സ്കൂൾ കിട്ടി, നല്ല കോളേജ് കിട്ടി. ആശാനെ, രാത്രിയും പകലും ഞാൻ കുത്തിരുന്ന് പഠിച്ചിട്ടാ ഞാൻ റാങ്കോടെ പാസ്സായത്. അതെന്താ ആശാൻ പറയാത്തത്? കൊള്ള. അവിടെയൊക്കെ നീ നന്നായിട്ട് പഠിച്ച റാങ്കോട് തന്നെയാണ് പാസ്സായത്. പക്ഷെ ഗംഭീരേ, നീ ഒന്നോർക്കണം. ക്രിസ്തു പറഞ്ഞ ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ ധനവാൻ വലിയ തെറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ധനവാന് കിട്ടിയത് നരകമാണ്. ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നതും പാപമാണ് ഗംഭീരേ. നീ അതോർത്തോ. ഇത്രയേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ.
ദേ ആശാനെ, ഈ കച്ചവടത്തിന്റെ നിയമങ്ങൾ വെച്ച് നോക്കിയ ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല, തട്ടിച്ചിട്ടുമില്ല. ഏ? അത്രേ എനിക്ക് ആശാനോടും പറയാനുള്ളൂ. ഉം. ഓഹോ, അങ്ങനെയാണോ? എന്നാ നമുക്ക് വീണ്ടും ഒരു വട്ടം കാണേണ്ടി വരും. ഞാൻ ഇറങ്ങട്ടെ. ആ കാണാം. ആശാൻ നല്ല കലിപ്പിലാണല്ലോ ഗംഭീരെ. അതിനിപ്പോ എനിക്കെന്ത് വേണം? ഗംഭീരെ, ഓ, ദേ പരാതിയായിട്ട് ആശാന്റെ അടുത്ത് ചെന്ന് കാണൂല്ലേ? അത് തന്നെ കാര്യം. അത് ചോദിക്കാനുണ്ടോ? ഉം. അത് ഉറപ്പല്ലേ? എന്തായാലും നീയൊന്ന് സൂക്ഷിച്ചോ. ആശാൻ നല്ല ദേഷ്യത്തിലാ. എന്തെങ്കിലും കുറച്ച് പണം പപ്പീസിന് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ആദ്യം തന്നെ അത് പറഞ്ഞ അവൻ വീണ്ടും പണം കൂട്ടി ചോദിക്കും. ഏ? അതുകൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. എന്നാലേ ഗംഭീരെ, ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. ഓ. കൊറേ നേരായാലും ഇവിടെ വന്നിരിക്കുന്നു. ടാറ്റാ. ടാറ്റാ. എന്നാ ശരി. ശരി മോട്ടോ. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ. എടാ ഗംഭീരേ, ഗംഭീരേ, എടാ ഗംഭീരേ, ഗംഭീരേ, എടാ ഗംഭീരേ. ഓട്ടുവാണല്ലോ വരുന്നത്. പീസ് എടാ ഗംഭീരേ, നീ എവിടെ പോയി ഒളിച്ചിരിക്കുക? എടാ ഗംഭീരേ. പപ്പീസേ. അതെ, ഓ, ഗംഭീര അവിടെ ഉണ്ടാ? അവിടെ ഉണ്ടല്ലോ. അവിടെയുണ്ട്. അവരെന്ന് വിളിച്ചേ. എടാ ഗംഭീരേ, എന്താ കാര്യം? അതെ, ഞാൻ നിന്നോട് പറയില്ല, അവനോട് പറഞ്ഞോളാം. ആ, ശരി, അങ്ങനെയാണോ? എന്നാ ശരി, ഞാൻ പോവാ. ഓടുന്നു. നീ പോടാ. ആ ഗംഭീരേ, ഇവിടെ വാടാ. എന്താ പപ്പീസേ, നീ എന്തിനാ എന്റെ വീട്ടിൽ വന്ന് അലമ്പുണ്ടാക്കണേ? നീ എന്നോടൊപ്പം വന്ന് എന്നെ പറ്റിച്ചല്ലേ? പപ്പീസേ, ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. ആ സ്ഥലം വായിക്കുന്ന സമയത്തോ വിൽക്കുന്ന സമയത്തോ നിനക്കൊരു പരാതി ഉണ്ടായിരുന്നല്ലോ. പിന്നെ എങ്ങനെ ഇപ്പൊ പരാതി വന്ന്? ഗംഭീരേ, ആ, ഒരിക്കലും എനിക്ക് കിട്ടില്ലെന്ന് വിചാരിച്ച സ്വത്തായിരുന്നു ആ സ്ഥലം. ദൈവമാണടാ എനിക്ക് ആ സ്വത്ത് കൊണ്ട് തന്നത്. അതിൽ നിന്നാ നീ എന്നെ പറ്റിച്ചത്. നീ അനുഭവിക്കും. നീ നോക്കിക്കോ. ഒന്ന് പോടെ അവിടുന്ന്. സ്ഥലം വിറ്റ് കഴിഞ്ഞിട്ട് അവന്റെ ഒരു മോങ്ങല്. കാട് വെട്ടിച്ച കാശും പോയി. 4 തേങ്ങ ഉണ്ടാവുന്ന എഴുതിട്ടാ കാട് വെട്ടിച്ച. ശോ, ഈ വർഷത്തെ വിളവും ഒക്കെ പോക്ക. പണ്ടൊക്കെ ഇവിടെ വന്ന് നോക്കിയാൽ ഒരു 10-100 നാളികേരം കിട്ടായിരുന്നു. ദേ, ഈ വർഷം ഇപ്പോൾ ഒന്നുമില്ല. ഇതെന്താ ഇങ്ങനെ വരുന്നത്? കാലാവസ്ഥയുടെ ആവും, അല്ലാതെ ഇങ്ങനെ വരില്ലല്ലോ. പപ്പീസേ, ഭൂമി കൈമാറ്റത്തിന്റെ നിയമവശങ്ങളൊക്കെ ഞാൻ ഈ തലനാരിഴ കയറി അവതരിപ്പിച്ചോണ്ടാ നിനക്കിതേ ഈ ഭൂമിയെങ്കിലും കിട്ടിയത്. ശരിയാ. അതെ പപ്പീസേ, എത്രയും പെട്ടെന്ന് ഈ ഭൂമി നമുക്ക് വിറ്റൊഴിവാക്കണം. ഇല്ലെങ്കിൽ നിന്റെ അപ്പൻ കൈസറിന് ഈ ഭൂമിയിൽ അവകാശമില്ലെന്നും പറഞ്ഞ് ചിലപ്പോൾ ആ ഒരു സ്റ്റേ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ വേഗം ഒപ്പിട്ടോ. എന്നാ ശരി. ഇതാ തെറ്റൻ്റെ ഉടനെ. എന്താ പിടിച്ചു. ഗംഭീരേ, ചുരുങ്ങിയത് ഒരു 19 ലക്ഷം കിട്ടേണ്ട ഭൂമിയാണിത്. നീ ഇത് എത്ര വിലക്കാ വിൽക്കാൻ പോകുന്നത്? പപ്പീസേ, ഈ പാറക്കൂട്ടം പോലുള്ള ഭൂമിയാ നിനക്ക് ഭാഗമായിട്ട് കിട്ടിയത്. അതും മാത്രല്ല, നിന്റെ അപ്പൻ കൈസറിനെ ഈ ഭൂമിയിൽ അവകാശം ഉണ്ടായിരുന്നതിന് പറയത്തക്ക തെളിവില്ല. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ആലോചിച്ച് വേണ്ട പോലെ ചെയ്തോളാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട പപ്പീസേ. ഗംഭീരേ, നിന്നെ വിശ്വസിച്ചാ ഞാൻ എല്ലാ പേപ്പറിലും ഒപ്പിട്ട് തന്നിരിക്കുന്നത്. നീ എന്നെ ചതിക്കരുത്. പപ്പീസേ, 100% നിനക്കെന്നെ വിശ്വസിക്കാം. ആയിക്കോട്ടെ, നീ ഒന്നും പേടിക്കണ്ട. നല്ല വില കിട്ടണേ. കഷ്ടപ്പാടൊക്കെ മാറാൻ ഈ
ഇത് മാത്രം മതി. പപ്പീസിന്റെ ഓർമ്മ ഇങ്ങനെ മനസ്സിൽ നിന്ന് പോണില്ലല്ലോ. ശ്ശെ. എന്തെങ്കിലും കുറച്ച് നക്കാപ്പിച്ച് അവന് കൊടുക്കണം. ഇത് 50 ലക്ഷത്തിന്റെ സ്ഥലം വെറും 6 ലക്ഷത്തിന് അവൻ കൊടുത്തത്. അവനിങ്ങനെ വരട്ടെ. പപ്പീസാണല്ലോ നിക്കുന്നത്. ഇതൊരു ചതിയല്ലേ? ചതിയാ? ആ, ഗംഭീരല്ലേ അത്? എന്റെ സ്വത്തൊക്കെ തട്ടിയെടുത്തിട്ട് നിനക്ക് സുഖിച്ച് ജീവിക്കാമെന്ന് കരുതണ്ടടാ. പപ്പീസേ പിന്നെ ഞാൻ വെറുതെ വിടില്ല. വേണ്ട. കൊല്ലും ഞാൻ. പപ്പീസേ വേണ്ട. ആ, നിക്കടാ. നിക്കാനല്ലേ പറഞ്ഞത്? ഇന്ന് നിന്റെ അവസാനോടാ. പപ്പീസൊന്നും ചെയ്യരുത്. എന്നെ പറ്റിക്കാൻ നോക്കിയല്ലേ? നിന്നെ വിശ്വസിച്ചില്ലടാ ഞാൻ ആ കച്ചവടത്തിന് വന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞാ വേറെണ്ടാക്കാം. നിക്കാനല്ലേ പറഞ്ഞത്? ഇതൊന്നും ചെയ്യണ്ട. നീ എവിടെ വരെ ഓടും? എത്രത്തോളം ഓടിയാലും ശരി പിന്നെ ഞാനിന്ന് കൊല്ലും. അതിലൊരു സംശയമില്ല. എടോ നിക്കടാ അവിടെ. പപ്പീസേ ദേ നോക്ക്, പണത്ര വേണേ ഞാൻ നിനക്ക് തരാം. എന്നെ കൊല്ലരുത്. എംബീറേ, ഇനി എനിക്ക് ആ പണം വേണ്ട. ഏ? എനിക്ക് നിന്നെ മതി. നിന്നെ കൊന്ന് ജയിലിൽ പോകാൻ എനിക്ക് മടിയില്ലടാ. പപ്പീസേ ആ സ്ഥലം വിറ്റ പണം മുഴുവൻ ഞാൻ നിനക്ക് തരാം. എന്നെ കൊല്ലരുത്. എംബീറേ, ആ സമയമൊക്കെ കഴിഞ്ഞു പോയി. Please. ഇനി എനിക്ക് നിന്റെ തല മതിടാ. ഇല്ല. കേട്ടോടാ? ആ തല ഒരിക്കലും നിനക്ക് കിട്ടില്ല പപ്പീസേ. ആഹാ. നീ എന്നെ ഓടി തോൽപ്പിക്കാം. ഞാനത് എടുക്കടാ. നിന്റെ അവസാനമാടാ. ഗംഭീരാണല്ലോ അത്. കാണിച്ചു തരാടാ. എന്ത് പറ്റി? നീയൊക്കെ ഈ ഭൂമിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഞാനെന്തിനാ നിന്നെ രക്ഷിക്കുന്നേ? പണിയെ തരാം. ആഹാ. ഇല്ലടാ അവിടെ. നീ മര്യാദക്ക് നിന്നോ. എന്നാ നിന്നെ ഞാൻ സമാധാനത്തിന് കൊല്ലാം. ഇല്ലെങ്കിൽ ഞാനിടല. നിന്നെ അരിഞ്ഞു കൊല്ലും. നിക്കടാ അവിടെ. നിക്കാൻ. അവിടെ നിക്കാൻ. എന്താ ഇത്? പപ്പീസേ, ആ ഗംഭീരേ, പപ്പീസേ, അരുത്. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടാ. നീ നിർത്ത്. നിന്നെ ഞാൻ നീ അവിടെ നിന്ന് മാറിക്കടാ. പപ്പീസേ, ആശാ മാറ്. പറയുന്നത് കേൾക്ക്. ഇല്ല ഗംഭീരേ, എന്താ പപ്പീസേ ഇത്? ഞാൻ പറയുന്നത് കേൾക്ക്. കൊല്ലുടാ. ആശാനെ മാറാനല്ലേ പറഞ്ഞത്? അവൻ വീശനാശാനെ. നിന്നെ ഇനി ഒരാൾക്ക് പപ്പീസേ, രക്ഷിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് തീർക്കാം. അതൊക്കെ കഴിഞ്ഞു. എനിക്കിനി സംസാരിക്കണ്ട. നീ ഒന്ന് അടങ്ങന്റെ പപ്പീസേ, പറയുന്നത് കേൾക്ക്. പറ്റില്ല. അങ്ങനെയാണെങ്കിലേ നീ ആദ്യം എന്നെ തല്ലേണ്ടി വരും. അങ്ങനെ പറഞ്ഞു എന്നിട്ടേ കൊടുക്കാം സാറേ. ഗംഭീറിനെ തൊടാൻ പറ്റൂ. ധൈര്യം ഉണ്ടെങ്കിൽ തല്ലടാ. നീ എന്നെ തല്ലി തോൽപ്പിക്ക്. പപ്പീസേ നീ ധൈര്യം ഉണ്ടെങ്കിൽ നീ ആശാനതല്ലേ? എന്നെ- എന്നിട്ട് നിന്റെ ധൈര്യം ആദ്യം നീ കാണിക്ക്. കാണിക്ക്. ആശാനെ, പോവാ. ഞാൻ പോവാട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ. തല്ലടാ. എന്നെ തല്ലി. ആശാനെ, എന്നെ തല്ലി. എന്ത് പണിയാ കാണിച്ചത്? എന്റെ ആശാനെ, ഓ, സാമ്പത്തികമായിട്ട് ഞാൻ ആകെ തളർന്നിരിക്കുമ്പോഴാ എനിക്ക് മുത്തപ്പമലയിൽ നിന്ന് ആ കത്ത് വന്നത്. അന്ന് തൊട്ട് കിട്ടാൻ പോകുന്ന സ്വത്തിനെ പറ്റി സ്വപ്നം കണ്ട് കഴിയുകയായിരുന്നു ഞാൻ. അതാദ്യം ദേ ഈ ഗംഭീർ തല്ലി തകർത്തു. സ്വത്ത് മൊത്തം പോയി. പകരം ഇവനിട്ട് 2 കൊടുക്കാമെന്ന് വെച്ചപ്പോ ദേ ആശാനായിട്ട് അതും കളഞ്ഞു. ഞാനിനി ആരെയും തല്ലാനില്ല. ഇനി കൊല്ലാനുമില്ല. ദൈവമേ, ആശാനുള്ളോണ്ട് രക്ഷപ്പെട്ടു. എന്നാലും എന്നെ കൊലക്ക് കൊടുത്തിട്ട് ഈ ഗംഭീർ ഇതവിടെ പോയി. ആഹാ, ഇവിടെ ഒളിച്ചു നിൽപ്പാണല്ലേ. ഗംഭീറെ, ആശാനെ ബൈബിളിലെ സിക്കമൂർ മരത്തിന് മുകളിൽ കയറിയ ഒരു സക്കേവൂസ് ഉണ്ട്. ഉണ്ട്. ദേ, ഇപ്പൊ നീ നിൽക്കുന്നത് ഒരു സിക്കമൂർ മരത്തിന്റെ മുകളിലാ. ഇനി എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ആ, പപ്പീസും പോയി, ആശാനും പോയി. രക്ഷപ്പെട്ടു. ഇവിടെ ഇരിക്കാം. എന്റെ ഈശോയെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യേശു ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു.
യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയെ സ്തുതി. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഗംഭീരാണല്ലോ. ഇനിയിപ്പോ എന്നോട് പകരം ചോദിക്കാൻ വരുന്നതാണോ? ഇത് തന്നെയാ പപ്പീസിന്റെ വീട്. ആ, പപ്പീസ് അവിടെ ഉണ്ടല്ലോ. ഗംഭീരേ, ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്താ എന്താ ഇത്? ഗംഭീരേ, ഓ, കൂട്ടുകാരാ, ആ. എന്നോട് ക്ഷമിക്കടാ, അന്ന് തെറ്റ് പറ്റിപ്പോയി. സോറി. പപ്പീസേ, ക്ഷമ ചോദിക്കേണ്ടത് ഞാനല്ലേ? നിന്റെ അറിവില്ലായ്മയെ ഞാൻ ഒരുപാട് ചൂഷണം ചെയ്തു. ഇതാ, ഇതില് ആ സ്ഥലം വിറ്റ് കിട്ടിയ മുഴുവൻ തുകയുണ്ട്. എല്ലാം നീ എടുത്തോ. ഇതാ, ഇവിടെ ഇരിക്കട്ടെ. എന്താ ഗംഭീരേ? ഓ, ഗംഭീരേ, എന്തോ? ഇതില് മുഴുവൻ പണാണോ? അതെ, ഇതെല്ലാം എനിക്കാണോ? അതെ, നിനക്ക് തന്നെയാ. എന്തിനാ? എന്റെ കുടുംബത്തിനും നിന്റെ കുടുംബത്തിനും രക്ഷ കൈവരിക്കുന്നതിന് വേണ്ടി. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. വിശുദ്ധ ലൂക്ക 19-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ക്ഷമായുധമീ എന്നോനിൽ ദുഷ്ടനെന്തോന്ന് കാട്ടിടും, വെള്ളത്തിൽ വീഴിടും വാഗ്നി താനേ നശിച്ചു പോ. എന്തോടെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നേ? എന്താ കവിത? കവിത പാടുന്നത് അല്ലേ? ആ കവിത എന്ന് പറയുന്നത് അതിൻ്റെ ആശയം എന്താന്ന് പറയാ? ആ, നിനക്കറിയാം, നീ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നീ എടുത്തു ചാടി പെരുമാറുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇവരോട് പറയുന്നില്ല, എങ്കിലും പെട്ടെന്ന് നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്.
ഒരു ക്ഷമ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പുണ്യമാണെന്നറിയാമോ? കർത്താവ് എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്? 7 പ്രാവശ്യമല്ല, 70 പ്രാവശ്യം. 70 എന്ന് പറയുമ്പോൾ നിനക്കറിയാമോ, വെറുതെ 70 പ്രാവശ്യം ഉള്ളതല്ല, ജീവിതത്തിൽ ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അയ്യോ അത് പറ്റണം. ഈശോ ആഗ്രഹിക്കുക തന്നെയാണ്. നമ്മുടെ റീസെൻ്റ്ലി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിസ്റ്റർ റാണി മരിയ അത് വേദനയോടെ മരിച്ച ഒരു സംഭവമുണ്ട്. ആ മാതാപിതാക്കൾ ആ റാണി മരിയെ കൊന്ന ആ വ്യക്തിയോട് ക്ഷമിച്ചു. നിനക്കറിയാമോ അത്? കണ്ടോ, കിട്ടുവാൻ ഭയങ്കര വിഷമമായ ഒരു കാര്യമാണ്. ആ സിസ്റ്ററിനെ കൊന്നവരോട് നിരുപാധികം ക്ഷമിച്ച മാതാപിതാക്കൾ. നമ്മുടെ വിശുദ്ധയുടെ ജീവിതമൊക്കെ ഒന്ന് എടുത്തു നോക്കിക്കേ. ക്ഷമ എന്ന് പറയാൻ എളുപ്പമാണ് അല്ലയോടാ? പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രവർത്തിക്കുവാൻ ഭയങ്കര കിട്ടുവാനറിയാം. ഈ ക്ഷമിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വലിയൊരു നന്മയുണ്ടല്ലോ, അച്ഛൻ്റെ ജീവിതത്തിലുണ്ട്. അച്ഛൻ്റെ ജീവിതത്തിൽ ഒത്തിരിയും കാര്യങ്ങൾ ക്ഷമിച്ചാൽ ഒരു വലിയ ദൈവത്തിൻ്റെ ഒരു കൃപ എന്നറിയും. നിനക്കത് ലഭിച്ചിട്ടുണ്ടോ? നോക്കിക്കോ, നീ ഒന്ന് നിന്റെ കൂട്ടുകാരോട് നീ പോയി പറയണം. എന്നാൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ വലത് കന്നത്ത് അടിക്കുന്നവരെ ഇടത്തേ കന്നം കൂടി കണ്ടോ? അതാരാ പറഞ്ഞത്? ഞാനാണോ പറഞ്ഞത്? അപ്പൊ ഈശോ പറഞ്ഞത് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പൊ ഞാനല്ല പറയുന്നത്, ഈശോ ആണ് പറയുന്നത്. ക്ഷമിക്കാനും ആര് പറയുന്നത്? ഈശോ ആണ് പറയുന്നത്. അപ്പം ഈശോ പറയുന്നതനുസരിച്ച് ചെയ്താൽ മതി. നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാനും മറ്റുള്ളവരെ കരുണയോടെ നോക്കുവാനും ഒക്കെ നമ്മൾ പരിശ്രമിച്ചാൽ ദൈവത്തിൻ്റെ കുഞ്ഞായി നീ മാറും. കിട്ടും. നീ ദൈവത്തിൻ്റെ കുഞ്ഞാണോ സാത്താൻ്റെ കുഞ്ഞാണോ? ആണോ? ഈശോയുടെ കുഞ്ഞായിട്ട് വളരുവാൻ നിന്റെ നോക്കി ഈ കൈകൂപ്പി നീ നിൽക്കുമ്പോഴും ദൈവത്തിന് മുമ്പിലാണ് നീ കൈകൂപ്പുന്നത്. തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ കരുണയുള്ളവരായി, ക്ഷമിക്കുന്നവരായി, നല്ല മാതൃകയുള്ള കുഞ്ഞുങ്ങളായി തീരണം. ആരെങ്കിലും ഒരാൾ തെറി പറഞ്ഞാൽ നീ തിരിച്ച് തെറി പറയണോ അതോ ക്ഷമിക്കണോ? കണ്ടോ? ആരെങ്കിലും നിന്നെ അടിച്ചാൽ തിരിച്ച് അടിക്കണോ ക്ഷമിക്കണോ? അപ്പോൾ മനസ്സിലായല്ലോ, ജീവിതത്തിൽ അനുസരണമുള്ള കുഞ്ഞുങ്ങളായി, ക്ഷമയുള്ള കുഞ്ഞുങ്ങളായി എന്ന് കാത്തിരുന്ന് വേണം നമ്മൾ ചെയ്യാൻ. അപ്പം ഇനി എടുത്തിയാടി ചെയ്യുമോ? ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ നീ ശ്രദ്ധിക്കുമല്ലോ? ആണോ? ഇവ ശ്രദ്ധിക്കും. അപ്പം ഇനിയുള്ള കാലത്ത്, ഇനിയുള്ള സമയങ്ങളിൽ ക്ഷമയോടെ നല്ല മാതൃക കാണിക്കുന്ന കുഞ്ഞായി കിട്ടുവിനെ നോക്കി പറയണം, ആ കിട്ടു എന്തോ ക്ഷമയുള്ള കുഞ്ഞാണ്. ക്ഷമയോടെ കേൾക്കുവാനും ക്ഷമയോടെ കാത്തിരിക്കുവാനും, ചിലപ്പോൾ തെറി വിളിച്ചപ്പോൾ അവനൊന്നും തിരിച്ച് പറഞ്ഞില്ല, അങ്ങനെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ദൈവത്തിന് വലിയ ആഗ്രഹം. അപ്പൊ നീ അങ്ങനെ ചെയ്യുമല്ലോ? ഓക്കെ, ആര് റെഡി?